വിക്രമിൻ്റെ കരിയർ ക്ലച്ച് പിടിക്കാത്ത കാലത്തായിരുന്നു ഷാജോൺ കരിയോൾ സംവിധാനം ചെയ്ത രജപുത്രൻ എന്ന ചിത്രത്തിൽ സഹതാരമായി വിക്രം അഭിനയിക്കുന്നത്. സുരേഷ് ഗോപി, ശോഭന, വിനീത, വിജയരാഘവൻ, സോമൻ എന്നിങ്ങനെ വലിയ താരനിരയിൽ ബിഗ് ബഡ്ജറ്റിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു രജപുത്രൻ. അക്കാലത്തെ തമിഴ് സിനിമയിൽ വിലപിടിപ്പുള്ള താരമായിരുന്നു വിനീത. മാന്ത്രികം എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികമാരിൽ ഒരാളായിക്കൊണ്ടായിരുന്നു വിനീത മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. രജപുത്രൻ്റെ ലൊക്കേഷനിൽ വെച്ച് മലയാളത്തിലെ ഒരു പ്രശസ്ത ചലച്ചിത്ര വാരികയുടെ ഫോട്ടോഗ്രാഫർ വിനീതയെ വിക്രമിനൊപ്പം ജോഡി ചേർത്ത് ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ വിനീത ഫോട്ടോഗ്രാഫറോട് തീർത്തു പറഞ്ഞു വിക്രമിന്റെ കൂടെ പറ്റില്ലെന്നും സുരേഷ് ഗോപി ആണെങ്കിൽ നോക്കാമെന്നും. ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡിയായി വന്ന വിക്രം വിനീതയുടെ അവഹേളനം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ വേദന നിറഞ്ഞ മനസ്സുമായി തിരിച്ചു പോവുകയായിരുന്നു. അന്ന് വിക്രമിനെ തള്ളിപ്പറഞ്ഞ വിനീതയുടെ ഇന്നത്തെ അവസ്ഥയും ഇന്ത്യൻ സിനിമയിൽ വിക്രം നേടിയെടുത്ത ഇപ്പോഴത്തെ സ്ഥാനവും ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴേക്കും സഹപ്രവർത്തകരെ 1, 2, 3 സ്ഥാനം കൽപ്പിച്ച് തരംതിരിക്കുന്ന നായികമാർക്ക് വലിയ പാഠമാണ്.